രണ്ടാഴ്ചക്കിടയിൽ രണ്ടാമത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം അത് വലിയ ആവേശം തന്നെയാണ് ബി.ജെ.പി. പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമ്മൾ ഉച്ച മുതൽ തന്നെ കൊച്ചിയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ നിന്ന് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് പ്രവർത്തകർ കൊച്ചിയിലേക്ക് ഒഴുകിയെത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഇടുക്കി മുതൽ ഇങ്ങോട്ട് എല്ലായിടങ്ങളിൽ നിന്നും ആളുകൾ അതിരാവിലെ തന്നെ കൊച്ചിയിലേക്ക് പുറപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ബാരിക്കേഡ് തിരിച്ച് പ്രധാനമന്ത്രി കടന്നു പോകുന്ന പാതയാണ്. ആ പാതയുടെ ഇരുവശവും ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരമൊരു ആവേശം വലിയ തോതിൽ നിറയ്ക്കാൻ പ്രധാനമന്ത്രിയുടെ ഈ വരവിന് ഇവിടെ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഒത്തിരി ആളുകൾ എത്തിയിട്ടുണ്ടല്ലേ. ഇവിടെ തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച കാണാൻ തിരുമുറ്റം അണിഞ്ഞൊരുങ്ങുന്നത് പോലെ നരേന്ദ്രമോദിജിയെ വരവേൽക്കുവാൻ എറണാകുളം അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ആവേശക്കടലായിട്ട് ഇന്ന് എറണാകുളത്തേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. 1.5 ലക്ഷത്തോളം പ്രവർത്തകർ എത്തുമെന്നാണ് പറയുന്നത്. അത്രയും പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. 1.5 ലക്ഷത്തിലധികം പ്രവർത്തകർ എത്തും. കേരളത്തിന്റെ മുക്കിലും മൂലയിൽ നിന്നും മുഴുവൻ പഞ്ചായത്തുകളിൽ നിന്നും നരേന്ദ്രമോദിജിയെ കാണാനായിട്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ടാമത് വരുന്ന മോദിജിയെ കാണാനായിട്ട് ആവേശത്തോടുകൂടി ജനങ്ങൾ ഇവിടെ എത്തുകയാണ്. ഇന്നും നാളെയുമായിട്ട് കേരളത്തിന് നിരവധി പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം ഗുണം ചെയ്യുമെന്നാണ് കരുതുന്നത്? അടുപ്പിച്ച് 2 തവണ അദ്ദേഹം വരുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കേരളത്തിൽ തന്നെ ഇങ്ങനെ അടുപ്പിച്ചിങ്ങനെ വരുന്നു. അത് തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം പ്രയോജനം ബി.ജെ.പിക്ക് ഉണ്ടാവുമെന്നാണ് കരുതുന്നത്? ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിജി 350-ലധികം സീറ്റുമായിട്ട് വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അത് വടക്കേ ഇന്ത്യയിൽ നിന്ന് നല്ല രീതിയിൽ കിട്ടും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ തെക്കേ ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിലടക്കം ഒരു കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടായി. പക്ഷേ ഇപ്രാവശ്യം അത് ഉണ്ടാകാൻ പോകുന്നില്ല. INDIA മുന്നണി ഒന്നുമല്ലെന്ന് തെളിയിച്ചുകൊണ്ടാണ്. അതുപോലെ ഇവിടെ കേരളത്തിൽ CPM-ഉം കോൺഗ്രസും പരസ്പരം പുറം ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ പരിപാടി അത് മടുത്ത ജനങ്ങൾ കേരളത്തിൽ പോലും ബി.ജെ.പിക്ക് വലിയ നേട്ടം ഉണ്ടാകാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഉത്തരേന്ത്യ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദക്ഷിണേന്ത്യയിലേക്ക് അങ്ങനെ പിടിമുറുക്കാനായി കഴിയാത്തൊരു സാഹചര്യം ഉണ്ടല്ലോ. അതിൽ നിന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായ എന്ത് സ്ട്രാറ്റജിയാണ് ഇവിടെ ഉപയോഗിക്കാനായി പോകുന്നത്? ഇപ്രാവശ്യം ദക്ഷിണേന്ത്യയിൽ പിടിമുറുക്കാനായിട്ടുള്ള സാധ്യതകൾ തന്നെയുള്ളത്. കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധിയെ വെച്ച് ചില പത്രങ്ങളും മീഡിയകളും ഒക്കെ പ്രചരിപ്പിച്ചു. അതുകൊണ്ട് കുറെ ജനങ്ങൾ തെറ്റിദ്ധരിച്ച് വോട്ട് ചെയ്തു. ഇപ്രാവശ്യം അതല്ല. ഇപ്രാവശ്യം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. 3ാം വട്ടത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞു, ഇപ്പോൾ ലോക സാമ്പത്തിക ശക്തികളുടെ രംഗത്ത് നമ്മൾ 5ാം സ്ഥാനത്താണ്. അദ്ദേഹം തന്നെ പറഞ്ഞു നരേന്ദ്രമോദിജിയുടെ അടുത്ത വരവിൽ ഇത് 3ാം സ്ഥാനത്തേക്ക് എത്താൻ പോവുകയാണ്. അനധിവിദൂര ഭാവിയിൽ ലോകത്തിന്റെ പരമവൈഭവത്തിലേക്ക് ഭാരതം എത്താൻ പോവുകയാണ്. ഈ നാളെ നടക്കാൻ പോകുന്ന ശക്തി കേന്ദ്രം എന്ന് പറഞ്ഞ പരിപാടി ഒരുപക്ഷെ പ്രധാനമന്ത്രിയെ പോലെയുള്ള ഒരാൾ വളരെ ബൂത്ത് ലെവൽ വരെയുള്ള നേതൃനിരയിലുള്ള സാധാരണ പ്രവർത്തകരെ കാണാൻ പോവുകയാണ്. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരിക്കും. ആ ഒരു യോഗം എത്രമാത്രം ഗുണം ചെയ്യും വരും ദിവസങ്ങളിൽ? ഞാനും ഒരു ശക്തി കേന്ദ്ര പ്രമുഖ. കേരളത്തില് ഏകദേശം 26,000-ലധികം ബൂത്തുകളുണ്ട്. 3 ബൂത്ത് അല്ലെ 4 ബൂത്ത് കൂടുന്ന ഒരു കമ്പനിക്കാണ് ശക്തി കേന്ദ്ര എന്ന് പറയുന്നത്. 3 അല്ലെങ്കിൽ 4 ബൂത്ത്. അങ്ങനെ ഈ കേരളത്തിലെ 8,000-ലധികം ശക്തി കേന്ദ്രയിൽ പ്പെട്ട ആൾക്കാർ നാളെ വരികയാണ്. അവരുമായിട്ട് നരേന്ദ്രമോദിജി താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ ശക്തമാക്കണം എന്നുള്ള പ്രവർത്തിച്ചു അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കും. അദ്ദേഹത്തിന്റെ ആദ്യമായിരിക്കുമല്ലോ ഇങ്ങനൊരു യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നതും. അത് ഓരോ പ്രാവശ്യം ശക്തി കേന്ദ്രയുടെ യോഗത്തിൽ ഇതിനു മുമ്പ് അമിത്ഷാജി വന്നിട്ടുണ്ട്. ഇപ്പൊ നരേന്ദ്രമോദിജി ഇപ്പം വരുന്നു. അതാ താഴെ തട്ടിൽ പ്രവർത്തനം ശക്തമാക്കാൻ എങ്ങനെ ജയിക്കണം. മേരാ ബൂത്ത് സബ്കാ മസ്ബൂത്ത് എന്ന് പറഞ്ഞാൽ എന്റെ ബൂത്ത് ഏറ്റവും ശക്തമായ ബൂത്ത് എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയിലെ ഓരോ പ്രവർത്തകനും അവരുടെ ആപ്തവാക്യമായിട്ട് സ്വീകരിക്കേണ്ടത്. അതനുസരിച്ചാണ് അങ്ങനെ ഓരോരുത്തരുടെയും ബൂത്തുകൾ ശക്തമാക്കുവാൻ വേണ്ടി അതിനുള്ള തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയാണ് മന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയാണ് മോദിജി നാളെ എത്തുന്നത്. അതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നാളെ നടക്കാൻ പോകുന്ന ആ മീറ്റിംഗിലടക്കം അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. അത് നേരിട്ട് പ്രവർത്തകരിലേക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായി പ്രധാനമന്ത്രി തന്നെ എത്തുന്നു എന്നുള്ളതാണ്. ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്നും എങ്ങനെ മുന്നോട്ട് പോകണമെന്നും അടക്കമുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എത്തുന്നത്.